ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം പുരാവസ്തു കടത്ത് സംഘത്തിലേക്ക്. SIT അന്വേഷിക്കുന്ന ചെന്നൈ വ്യവസായി ഡി മണി എന്ന അറിയപ്പെടുന്ന ആളിലേക്ക് അന്വേഷണം നീണ്ടുചെല്ലുന്നു. ഇയാൾ പുരാവസ്തു കടത്ത് സംഘത്തിൻ്റെ ഭാഗം എന്നാണ് ഇപ്പോൾ വരുന്ന സൂചന. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ടുപോയെന്നും SITക്ക് നിർണായക മൊഴി ലഭിച്ചു എന്നാണ് വിവരം. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. സലീം, ശരിക്കും ഈ അന്വേഷണത്തിന് വലിയൊരു ട്വിസ്റ്റാണല്ലോ ഇത് ചെന്നിത്തല പറഞ്ഞ വ്യവസായിയുമായി ഇതിന് ബന്ധമുണ്ടോ? തീർച്ചയായും ഈ അന്വേഷണം അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് പോകുന്നത് രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് പരിചയപ്പെടുത്തിയ വ്യവസായിയിലൂടെയാണ്. നിർണായകമായ ചില വെളിപ്പെടുത്തലുകളാണ് രമേശ് ചെന്നിത്തല ഈ SITക്ക് പരിചയപ്പെടുത്തി നൽകിയ വ്യവസായി മൊഴിയായി നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ SIT ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നത്. ഡി മണി എന്നറിയപ്പെടുന്ന ഒരു വ്യവസായിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇടനില നിന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഡി മണി എന്നുള്ളത് അയാൾ അറിയപ്പെടുന്ന പേരാണ്. ആരാണ് ഡി മണി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നത്. പുരാവസ്തു കടത്ത് സംഘത്തിന്റെ ഭാഗമാണ് ഈ ഡി മണി എന്നറിയപ്പെടുന്നയാൾ എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇയാൾക്ക് സ്മാർട്ട് ക്രിയേഷൻസുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുകയും സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ ഒന്നുകൂടി പരിശോധിക്കണമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ തീരുമാനം. പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ തുടങ്ങിയവരുമായി കൂടുതൽ ചോദ്യം ചെയ്യൽ വീണ്ടും നടത്തിയാൽ ഡി മണി ആര് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുമെന്നുള്ളതാണ് അന്വേഷണ സംഘം കണക്ക് കൂട്ടുന്നത്. ഈ വിദേശ വ്യവസായി രമേശ് ചെന്നിത്തല പരിചയപ്പെടുത്തിയ വിദേശ വ്യവസായി അദ്ദേഹം ആര് എന്ന ഐഡന്റിറ്റി ഉൾപ്പെടെ വെളിപ്പെടുത്തരുത് എന്ന മുന്നറിയിപ്പോടു കൂടിയാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടത്. അതിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിർണായക വിവരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഡി മണി ഇടനില നിന്നുകൊണ്ട് 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തി എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വിഗ്രഹ കടത്തിന്റെ പണം കൈമാറിയത് ഒക്ടോബർ 26 2020 ഒക്ടോബർ 26 5 വർഷങ്ങൾക്ക് മുൻപാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വ്യക്തമായി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനില നിന്നുകൊണ്ടാണ് ഈ ഇടപാടുകളൊക്കെ നടത്തിയിട്ടുള്ളത്. ഡി മണി പണവുമായി തിരുവനന്തപുരത്തെത്തിയ ശേഷമാണ് ഇടപാടുകൾ നേരിട്ട് നടത്തിയത് എന്നും പണം വാങ്ങിയത് ശബരിമലയിൽ ബന്ധമുള്ള ഉന്നതനെന്നുമുള്ള മൊഴിയും ഇതിനോടകം തന്നെ വ്യവസായി നൽകിയിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഈ പുരാവസ്തു സംഘത്തിലേക്ക് എത്തുകയും അതിനുശേഷം തന്നെ ഈ തൊണ്ടി മുതൽ ഉൾപ്പെടെ വീണ്ടെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ SITക്കുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.